നമസ്കാരം. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടന യാത്രയ്ക്കിടെ സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംഭവം അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് നിർദ്ദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു. സർക്കാർ പരിപാടികളിൽ കുട്ടികളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വർഗീയ അജണ്ടകൾക്ക് ഉപയോഗിക്കുന്നതും ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ്. വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഔദ്യോഗിക ചടങ്ങ് നടത്തിയതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. രാജ്യത്തിന്റെ മതനിരപേക്ഷ ദേശീയത സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ടെന്നും അത് ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. എളമക്കര സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഗണഗീതം ആലപിച്ചത്. ഈ സ്കൂൾ RSS അനുബന്ധ ട്രസ്റ്റാണ് നടത്തുന്നത്. ദക്ഷിണ റെയിൽവേ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഈ ഗാനാലാപത്തിന്റെ വീഡിയോയാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. തുടക്കത്തിൽ ദേശഭക്തി ഗാനം എന്ന് വിശേഷിപ്പിച്ച് പങ്കുവച്ച വീഡിയോയ്ക്കെതിരെ പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് പിന്നീട് സ്കൂൾ ഗാനം എന്ന് തിരുത്തി പോസ്റ്റ് ചെയ്യുകയായിരുന്നു. സർക്കാർ പരിപാടികളിൽ കുട്ടികളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ അജണ്ടയ്ക്ക് ഉപയോഗിക്കുന്നതും അംഗീകരിച്ച് നൽകാനാവില്ലെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഔദ്യോഗിക ചടങ്ങിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചത് വീഴ്ചയുണ്ടായെന്നും പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംഭവത്തിൽ ജനപ്രതിനിധികളിൽ നിന്നും വിവിധ കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. സ്കൂൾ അധികൃതരുടെ വിശദീകരണം തേടിയാണ് പിന്നീട് റെയിൽവേ വീണ്ടും വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഗണഗീതത്തിനപ്പുറം ദേശഭക്തി ഗാനമാണ് ആ ഗീതമെന്നും റെയിൽവേ അംഗീകരിക്കുന്നു. പരമപവിത്രമതാം ഈ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയോടുകൂടിയാണ് പോസ്റ്റ് ചെയ്തത്. പിൻവലിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയായിരുന്നു വീഡിയോ റെയിൽവേ റീപോസ്റ്റ് ചെയ്തത്. വിവാദമായതോടെ ഗണഗീതം പങ്കുവച്ച FB പോസ്റ്റ് ദക്ഷിണ റെയിൽവേ ആദ്യം പിൻവലിക്കുകയായിരുന്നു. പിന്നീട് രാത്രിയോടെ Xൽ റീപോസ്റ്റ് ചെയ്യുകയായിരുന്നു. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ആദ്യ യാത്രയിലാണ് വിദ്യാർത്ഥികൾ RSS ഗണഗീതം പാടിയത്. സംഭവത്തിനെതിരെ DYFIയുടെ നേതൃത്വത്തിൽ ഭരണഘടന കയ്യിലേന്തി മാർച്ച് നടത്തിയിരുന്നു. കുട്ടികളുടെ തലച്ചോറിലേക്ക് വിഷം കുത്തിവെക്കുന്ന RSSനെയാണ് കണ്ടതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വിമർശനം ഉന്നയിച്ചിരുന്നു. വിഷയം CPM അടക്കമുള്ളവർ ഇനി റെയിൽവേക്കെതിരെ പ്രചരണമാക്കി മാറ്റുകയും ചെയ്യും. ആദ്യം പാട്ട് ഒഴിവാക്കിയ റെയിൽവേ സ്കൂൾ അധികൃതരോട് പിന്നീട് വിശദാംശങ്ങൾ തേടി. സ്കൂളിൽ എല്ലാ ദിവസവും അസംബ്ലിയിൽ പാടുന്ന ദേശഭക്തി ഗാനമാണെന്ന് സ്കൂൾ അധികൃതർ വിശദീകരിച്ചതോടുകൂടിയാണ് വീണ്ടും വീഡിയോ പോസ്റ്റ് ചെയ്തതെന്ന് റെയിൽവേ അധികൃതർ പറയുന്നു. Xൽ വീണ്ടും വീഡിയോ പോസ്റ്റ് ചെയ്തതിന് റെയിൽവേയോട് എളമക്കര സരസ്വതി വിദ്യാനികേതൻ പ്രിൻസിപ്പൽ നന്ദി അറിയിക്കുകയും ചെയ്തു. വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന യാത്രയിൽ പങ്കെടുക്കാൻ അവസരം നൽകിയതിന് റെയിൽവേ മന്ത്രിക്കും പ്രധാനമന്ത്രിക്കും നന്ദി. പാട്ടിലെ പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിരുന്ന മുകുളങ്ങൾ എന്ന അവസാന വരി രാജ്യത്തിന്റെ നാനാത്വത്തിലുള്ള ഏകത്വത്തിന്റെ കരുത്തും ലയവും വിളിച്ചറിയിപ്പിക്കുന്നതാണെന്നായിരുന്നു പ്രിൻസിപ്പലിന്റെ വിശദീകരണം. വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന യാത്രയിൽ സ്കൂൾ കുട്ടികൾ RSS ഗണഗീതം പാടിയത് CPM അടക്കമുള്ള പാർട്ടികൾ വലിയ വിവാദമാക്കിയിരുന്നു. ദേശഭക്തി ഗാനം എന്ന നിലയിൽ ഇതിന്റെ വീഡിയോ ദക്ഷിണ റെയിൽവേ Xലും ഫേസ്ബുക്കിലും പങ്കിട്ടതോടെയാണ് വാർത്തയായത്. തുടർന്ന് വ്യാപക പ്രതിഷേധമായതോടെ ഇത് ഒഴിവാക്കിയായിരുന്നു. സംഭവത്തിന് പല കോണുകളിൽ നിന്നും പ്രതിഷേധമുയർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇതിനുശേഷമാണ് വീണ്ടും ഗണഗീതം റെയിൽവേ വിശദീകരണത്തോടുകൂടി പങ്കുവച്ചത്. വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിപ്പിച്ചത് സംഘപരിവാറിന്റെ വർഗീയ അജണ്ടയുടെ ഭാഗമാണെന്ന് CPM ലോക്സഭാ കക്ഷി നേതാവ് K രാധാകൃഷ്ണനും ആരോപിച്ചു. ദക്ഷിണ റെയിൽവേ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പേജിലൂടെ ഇത് പ്രചരിപ്പിച്ചത് സംഘപരിവാർ ആശയത്തിന് കുടപിടിക്കുന്നതിന് തുല്യമാണ്. ബഹുസ്വരതയുടെ പല വർണ്ണങ്ങളിൽ തിളങ്ങുന്ന ഇന്ത്യയെ കാവ്യപൂശാൻ പതിറ്റാണ്ടുകളായി ശ്രമിക്കുന്ന RSSന്റെ പുതിയ അടവുകളുടെ ഭാഗമാണിതെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു.